മമ്മൂട്ടി വിഷയത്തിൽ ചില ന്യായീകരണക്കാർ എത്തിയിട്ടുണ്ട്. ചില ലീഗന്മാർ സ്വാഭാവികമായി അവർക്ക് ന്യായീകരിക്കേണ്ടി വരും. കാര്യം ഇത്തരം വിഷയങ്ങളിൽ പലപ്പോഴും ന്യായീകരിച്ച് തളർന്നവരാണ്. അതിന് ഒരു ദൃശ്യന്റെ ഉദാഹരണം നോക്കി. പ്രതിഫലിക്കും. കാരണം വെച്ചാൽ അതൊരു മനസാക്ഷിയുടെ പ്രശ്നമുണ്ട്. മനുഷ്യ മനസാക്ഷിയെ വളരെയധികം വേദനിപ്പിച്ച ഒരു വിഷയമാണ്. വേദനിപ്പിക്കും ലേശം അത് മനുഷ്യ മനസാക്ഷിയെ തന്നെ വേദനിപ്പിച്ച ഒരു വിഷയം. കണ്ടല്ലോ, ഒപ്പമുള്ള ഒരു പ്രവർത്തകൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന സന്ദർഭത്തിൽ കുഞ്ഞാപ്പാട് അടുത്തു വന്നു നിന്നു. പഴയ ഐത്താചാരമാണ്, 10 അടി മാറിയ നിൽക്കാവൂ, കണക്ക് പുറത്ത് എന്ന രീതിയിൽ പറഞ്ഞു വിടുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ ചർച്ചയാകാതെ വിവാദമാകാതെ പോകുന്ന, അല്ലെങ്കിൽ ചിലർക്ക് മാത്രം പ്രിവിലേജ് കിട്ടുന്ന ചില അവസരങ്ങളാണ്. ഇതിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയനെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ പരസ്യമായി പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഒരു വ്യക്തികളെ, അതായത് ഒരു പാർട്ടി പ്രവർത്തകനോടൊന്നും മോശമായി പെരുമാറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. ബാക്കിയുള്ളതെല്ലാം അകത്ത് നടന്നു എന്ന കഥകളാണ്. ഇത് പരസ്യമായിട്ട് നിങ്ങൾ ഈ ദൃശ്യം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മമ്മൂട്ടി ചെയ്ത പ്രവർത്തനത്തെയും ഈ കണ്ണിലൂടെ മാത്രമേ അവർക്ക് കാണാൻ പറ്റുള്ളൂ. ആ മനുഷ്യന്റെ അഭിമാനം അന്തസ്സൊന്നും പ്രശ്നമല്ല. കാര്യം ഒരാൾ സഹായിക്കാൻ കൂടെ നിന്ന വ്യക്തിയെ ഇങ്ങനെയൊക്കെ അപമാനിച്ചു വിടുന്ന ഒരു രീതി, അതും ഈ കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം നടന്നു വന്ന ഒരു വ്യക്തി ക്യാമറകൾക്ക് മുന്നിൽ അദ്ദേഹത്തിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ എന്തോ കുറവ് സംഭവിക്കുന്നു എന്ന് തോന്നുന്ന മനോഭാവം അത് തന്നെയാണ് മമ്മൂട്ടിയിലും കണ്ടത്. അതുകൊണ്ടാണ് ഇന്നലകളിൽ ഈ ദൃശ്യം വന്നപ്പോൾ നിങ്ങൾ അധികം കാണാതെ പോയതും അതിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാകാതെ പോകുന്നതും. എന്നാൽ റഫീഖിനെ പോലൊരു വ്യക്തിയെ അങ്ങനെ അപമാനിച്ചു വിടുമ്പോൾ ഒപ്പമുള്ള ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ സഖാക്കന്മാർക്കിടയിലുള്ള ഒരാളെ അങ്ങനെ അപമാനിച്ചു വിടാൻ മമ്മൂട്ടി ആര് എന്ന് ചോദിക്കുന്ന ചോദ്യം, അതാണ് ഒരു സഖാവിന്റെ ആത്മാഭിമാനത്തിന് മറ്റൊരു വ്യക്തി കൽപ്പിക്കുന്ന വില എന്ന് പറയേണ്ടി വരുന്നത്. ഒരു ലീഗ് പ്രവർത്തകനെ അധിക്ഷേപിച്ച് ഇറക്കി വിടുന്ന സന്ദർഭത്തിൽ ആ കുഞ്ഞാലിക്കുട്ടി മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ട്. ഇവരെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ പാർട്ടി എന്നുള്ള കാര്യം. ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരാൾ പുലർത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പരിധി ലംഘിച്ചു വരികയാണെങ്കിൽ നമുക്ക് തടയിടാം. അതിനപ്പുറത്തേക്ക് യാതൊരു കാരണവുമില്ലാതെ ഇമേജ് പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇങ്ങനെ ഒരാളെ അപമാനിക്കുക, ആട്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞാലിക്കുട്ടി ചെയ്താലും മമ്മൂട്ടി ചെയ്താലും വിമർശിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഇത് നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ താല്പര്യമില്ലാത്തൊരു കാര്യത്തിൽ ചെറിയൊരു പ്രതികരണം നടത്തിയാൽ വലിയ വിവാദമാകുന്നിടത്ത് ചിലർക്ക് കിട്ടുന്ന പ്രിവിലേജാണ് മാധ്യമങ്ങളിൽ വാർത്തയാകാതെ പോകുന്നത്. മാധ്യമങ്ങളിൽ വാർത്തയല്ലെന്ന് കരുതി ചില തെറ്റിനെ സമൂഹത്തിന്റെ ഇടയിൽ ഒളിപ്പിക്കാനാകില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ വിമർശിക്കുക തന്നെ ചെയ്യും.